RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ആഫ്രിക്കൻ കപ്പ് ഓഫ് നാഷണൽ അഥവാ ആഫ്രിക്കക്കാരുടെ വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ കപ്പിന്റെ ഫൈനലിനെ കുറിച്ചാണ്. ഫൈനലിൽ അഷറഫ് ഹക്കീമിയുടെ മൊറോക്കോയെ 1-0 പരാജയപ്പെടുത്തിയിട്ട് സാദിയോ മാനയുടെ സെനഗല് ആഫ്രിക്കയുടെ രാജാക്കന്മാരായിരിക്കാണ്. സെനഗലിന്റെ ചരിത്രത്തിലും അതേപോലെ സാദിയോ മാനയുടെ ചരിത്രത്തിലും രണ്ടാമത്തെ സ്വർണ്ണ കിരീടമാണ് അവർ നേടിയിരിക്കുന്നത്. എമ്മാതിരി ഒരു മത്സരമായിരുന്നു. കാണാത്തവർക്ക് വമ്പൻ നഷ്ടം തന്നെ എന്ന് പറയാം. നമ്മളൊക്കെ യൂറോപ്പില് യൂറോ കപ്പും അതേപോലെ വേൾഡ് കപ്പും അതേപോലെ കോപ്പ അമേരിക്ക ഇതൊക്കെ കാണുമ്പോൾ അതേപോലെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു മത്സരങ്ങളായിരുന്നു ആഫ്രിക്കൻ കപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാണാത്തവർക്ക് വമ്പൻ നഷ്ടം തന്നെ പറയാം. 90 മിനിറ്റ് വളരെ നാടകീയമായ കുറെ അരങ്ങേറിയ സംഭവങ്ങൾ വികാസങ്ങൾക്കൊടുവിൽ എക്സ്ട്രാ ടൈമിൽ വേണ്ടി വന്നു അവരുടെ ആ ഒരു രാജാക്കന്മാരെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാ നടന്നത്? ഫസ്റ്റ് ഹാഫ് തുടങ്ങിയപ്പോൾ മുതൽ രണ്ട് ടീമുകൾക്കും കിട്ടുന്ന ചാൻസുകൾ ഉണ്ടായിരുന്നു. രണ്ട് ഗോൾ കീപ്പർമാരുടെയും മിന്നും പ്രകടനങ്ങൾ തന്നെയാണ് ആ ഒരു ഗോളിൽ നിന്ന് മാറി നിന്നത്. ഒരു സൈഡ് ഒരു ടീം അറ്റാക്ക് ചെയ്ത് കൊണ്ടുവരുന്നു, മറ്റേ സൈഡ് മറ്റേ ടീം അറ്റാക്ക് ചെയ്ത് ഡിഫൻസിലും കാര്യമായിട്ട് എന്തൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ഒരു ഫൈനൽ എന്ന് പറയാല്ലേ, അങ്ങനത്തെ ഒരു മത്സരം നടന്നുകൊണ്ടിരുന്നത്. വീറും വാശിയായിട്ട് ഇങ്ങനെ മത്സരം ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കും. ഏത് സമയം ഒരു ടീം ഗോൾ അടിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്റ്റേഡിയത്തിൽ മൊറോക്കന്റെ ആ സ്റ്റേഡിയത്തില് ആർത്തിരമ്പിയ കാണികൾക്ക് മുന്നിൽ മൊറോക്കോ ഒരു സൈഡിൽ നിന്ന് പൊരുതുന്നുണ്ട്, ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ സെനഗല് അതിഗംഭീരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് സെനഗലിൽ ആദ്യ ഗോൾ നേടുന്നത്. ആ ഒരു മൊറോക്കൻ സ്റ്റേഡിയം മൊത്തം സൈലന്റ് ആയ ആ സമയത്ത്. പക്ഷെ വാർ ചെക്ക് ചെയ്തപ്പോൾ ആ ഗോള് ഡിസ്ക്വാളിഫൈ ആവുകയാണ് വാർ ചെക്ക് ചെയ്തതിനു ശേഷം. അതിനുശേഷം 90+ മിനിറ്റുകളിലേക്ക് പോവുകയാണ്. അപ്പോഴും വളരെ എന്താ പറയാ ഒരു വീർപ്പുമുട്ടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിരിക്കണം ആ ഒരു കാണികളൊക്കെ. എന്താന്ന് പറഞ്ഞാൽ ഏത് സമയം ഏത് ടീമിനാണ് ജയിക്കാനുള്ള, എന്താണ് ഒരു ഗോൾ അടിച്ചാൽ കഴിഞ്ഞു അവസാനിച്ചു എന്നുള്ള ഒരു കണ്ടീഷൻ നിൽക്കുന്ന സമയത്താണ് 94 മിനിറ്റ് ഒരു സെറ്റ് പീസിൽ വരുന്ന സമയത്ത് ഇബ്രാഹിം ഡിയാസിനെ ഫൗൾ ചെയ്തതിന് പെനാൽറ്റി വിധിക്കുകയാണ് മൊറോക്കോയ്ക്ക് അനുകൂലമായിട്ട്. അതും ഈ ഫൗൾ ചെയ്ത ശേഷം കളി തുടരുകയാണ്. അതിനുശേഷം ബോൾ ഔട്ടിലേക്ക് പോയ സമയത്താണ് വാർ അപ്പീൽ ചെയ്യുന്നത്. ഇബ്രാഹിം ഡിയാസ് കുറെ അപ്പീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വാറിന് കൊടുക്കുന്നത് റഫറി. അങ്ങനെ വാർ ചെക്ക് ചെയ്തപ്പോൾ അത് അനാവശ്യമായ ഒരു ഫൗളായിരുന്നു, അത് പെനാൽറ്റി. എന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് പെനാൽറ്റിക്കുള്ളതുണ്ട്. എന്റെ കാരണം എന്ന് പറഞ്ഞാല് ആ ഒരു മത്സരം ഇത്ര സുന്ദരമായി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം ഡിയാസിനേക്കാൾ എത്രയോ ഹൈറ്റുള്ള ചങ്ങായാണ് ആ ഡിഫൻഡർ. ഈ ചങ്ങായിക്ക് ഒരു കാര്യമില്ലാതെയാണ് ആ പിടിച്ച് വലിച്ചിടുന്നത്. അത് ക്ലിയർ ആയിട്ട് ആ ഒരു ടച്ചിങ് ഉള്ളത് കറക്റ്റായിട്ട് അത് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വീഴുന്ന സമയത്ത് ആ ഒരു പെനാൽറ്റി വിധിക്കുകയാണ് റഫറി വാർ ചെക്ക് ചെയ്തിട്ട്. അതിനുശേഷം പിന്നെ നാടകീയതകളാണ് കുറെ നേരം. എന്താന്ന് പറഞ്ഞാല് സെനഗലിന്റെ പ്ലേയേഴ്സ് ഒരു വിധത്തിലും അവര് പെനാൽറ്റി ബോക്സ് വിട്ടു പോകുന്നില്ല, ആ പെനാൽറ്റി എടുക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. അവര് അപ്പോഴും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടുമ്പുറത്തേലൊക്കെ കളി നടക്കില്ല, സെവൻസും അതേപോലെ 11s ഒക്കെ മത്സരങ്ങൾ നടക്കുന്ന പോലെ അവിടെ ഇങ്ങനെ പറ്റൂല, അത് നടന്ന അത് ഒരിക്കലും അത് ഫൗളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് റഫറിയോട്. ആ സമയത്താണ് സെനഗലിന്റെ കോച്ച് എല്ലാ പ്ലേയേഴ്സിനെയും ഗ്രൗണ്ടിൽ നിന്ന് ഉള്ളിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ നെക്കൗട്ടിൽ പോയിട്ട് രണ്ട് ടീമുകളുടെയും പ്രശ്നങ്ങൾ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിനുശേഷം കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് മൊറോക്കോ, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ സെനഗലിന്റെ എല്ലാ പ്ലേയേഴ്സും ഉള്ളിലേക്ക് പോവുകയാണ്. നീണ്ട 10 മിനിറ്റ് ഇടവേളയാണ് എടുക്കുന്നത്. ആ സമയത്ത് മാനെ മാത്രം ഗ്രൗണ്ടിലുണ്ട്. മാനെ ഗ്രൗണ്ട് വിട്ടിട്ടില്ല. മാനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ചങ്ങായിക്ക് എന്താ തോന്നിയെന്ന് അറിയില്ല, പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടുന്നുണ്ട്. 2 മിനിറ്റിനുള്ള എല്ലാ പ്ലേയേഴ്സിനെയും തിരിച്ചു പിടിച്ച് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നിർണായകമായ പെനാൽറ്റിയിൽ ഇബ്രാഹിം ഡിയാസ് പെനാൽറ്റി എടുക്കാൻ പറ്റുകയാണ്. ആരാണ് ഗോൾ കീപ്പർ എന്ന് അറിയാലോ, നമ്മുടെ മെന്റിയാണ് ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്നത്. മെന്റി അപ്പോ ഇവിടെ വന്നിട്ട് പെനാൽറ്റി എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഇബ്രാഹിം ഡിയാസിന്റെ അടുത്ത് വന്നിട്ട് കുറച്ചു നേരം നിൽക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിൽ പോയിട്ട് ഗോൾ കീപ്പർ ആ ഒരു പോസ്റ്റിലെ പൊസിഷൻ ഉറപ്പിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം ഡിയാസ് ഫുൾ കോൺഫിഡന്റിലാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പെനാൽറ്റി ബോക്സിലേക്ക്. ആ ഒരു ഗോൾ ഉള്ളിലോട്ട് വിജയിച്ച ശേഷം ആ ഒരു ഷർട്ട് ഊരിട്ടുള്ള സെലിബ്രേഷനും കാത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പെനാൽറ്റി കിക്ക് സ്റ്റേഡിയം മൊത്തം ആരവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ പെനാൽറ്റി കിക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ഇബ്രാഹിം ഡിയാസ് വന്നിട്ട് എടുക്കുന്ന കിക്ക് ഉണ്ടല്ലോ, അനേക കിക്ക് എടുത്തതാണ്. അതും ഈ ഒരു നിർണായക സമയത്ത്. എന്താണ് ഈ ചങ്ങായിക്ക് തോന്നിയത് ഒരു പിടിയില്ല. വെൻഡിക്ക് അറിയാമായിരുന്നു തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് ഈ ചങ്ങായി ഈ ഒരു കിക്ക് എടുക്കുകയുള്ളൂ. അതേപോലെ ആ പൊസിഷനിൽ ഡൈവ് ചെയ്യാതെ നിന്ന് ആ ചങ്ങായി സിമ്പിളായിട്ട് കയ്യിലെടുക്കുകയാണ്. ഇതിനു മുമ്പ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അഗ്വാറോയുടെ അതേപോലെ ഒരു നിർണായക മത്സരത്തിൽ ചെൽസിക്ക് ആയിട്ട് ഗോൾ കീപ്പ് ചെയ്യുന്ന സമയത്താണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അഗ്വാറോ എടുക്കുന്ന കിക്ക് ഇതേപോലെ സിമ്പിളായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ നിർണായകമായ ആ ഒരു പെനാൽറ്റിയോട് കൂടിയിട്ട് കളി അവസാനിക്കുകയാണ്. മൊറോക്കോയുടെ 50 വർഷത്തെ കാത്തിരിപ്പിന്റെ വിരാമം കൊടുക്കാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു ഇബ്രാഹിം ഡിയാസിന് കിട്ടിയത്. പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യം, എല്ലാ കളിയും തുടർച്ചയായിട്ട് സ്കോർ ചെയ്ത് ഈ ഒരു ടൂർണമെന്റിൽ തന്നെ ഈ ചങ്ങായി ഗോളുകൾ അടിക്കാത്ത ടീമുകളിൽ എല്ലാ ടീമുകൾക്കെതിരെയും ഗോൾ അടിച്ചിട്ടുണ്ട്. ആകെ മിസ്സായത് ഇതിലാണ്. അതും ഒരു സുന്ദരമായ പെനാൽറ്റി കിട്ടിയിട്ട് എന്നുള്ള കാര്യം ആലോചിക്കണം. ആ ഒരു പെനാൽറ്റി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ
അവരുടെ 50 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായിട്ടുള്ള ആഫ്രിക്കക്കാരുടെ കപ്പ് ആ ഒരു മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തില് അവരുടെ കാണികൾക്ക് മുന്നിൽ ഇബ്രാഹിം ഡിയാസിന് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു അവസരമായിരുന്നു കളഞ്ഞു പോയത്. അത്രയും അത്രയും നിർണായകമായ ടൈമിലായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഈ സാദിയ മാനയ്ക്ക് ആ സമയത്ത് അവരുടെ പ്ലെയേഴ്സിനെയൊക്കെ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വിളിക്കുക, അതൊക്കെ ചിലപ്പോൾ ഉള്ളുന്ന ഒരു വിളി വന്നിട്ടുണ്ടാവും, നിങ്ങൾ വിളിക്കുക പെനാൾട്ടി. എനിക്കും മനസ്സോട് തോന്നുന്നുണ്ട് ഈ പെനാൾട്ടി ഇത് എന്തായാലും സേവ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആയി. കളി എക്സ്ട്രാ ടൈമിൽ നീളുകയാണ്. എക്സ്ട്രാ ടൈമിൽ 94-ാം മിനിറ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. പെപ് ഗുയിയുടെ ഒരു കിഡിലൻ ബാങ്കർ, എന്താണ് സാധനം, വെട്ടിയുണ്ട കണക്കെ ഡിഫൻഡർമാരെയും കബളിപ്പിച്ച് ആ ഒരു ബോൾ യാസിനെയും മറികടന്ന് വല അങ്ങനെ തുളഞ്ഞ് കയറുന്ന സമയത്ത് ആ ഒരു സ്റ്റേഡിയത്തിലുള്ള സെനഗലിന്റെ ആരാധകരൊക്കെ ഒരു നിമിഷം കോരി തരിച്ചു പോയിട്ടുണ്ട്. അമ്മാതിരി ഒരു സെലിബ്രേഷൻ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിനുശേഷവും കളി രണ്ട് ടീമുകളും, സെനഗൽ ഒരു ഗോൾ അടിച്ചു കൊണ്ട് ഡിഫൻസിനൊന്നും പോയില്ല. അവർ ആ ഒരു സ്വതസിദ്ധമായ കളി തന്നെ പരമാവധി ഫിസിക്കലും അതേപോലെ തന്നെ ബോൾ കൺട്രോളും വെച്ച് കളിച്ചു. അതേപോലെ ഒരുപാട് ചാൻസുകൾ മൊറോക്കോ ഏത് സമയം സമനില നേടുന്നുള്ള ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഭാഗ്യം സെനഗലിന്റെ കൂടെയായിരുന്നു, സാദിയ മാനയുടെ കൂടെയായിരുന്നു. എമ്മാതിരി ഒരു പ്ലെയർ അല്ല ഈ ചങ്ങായി. ഈ ചങ്ങായി ഒരുപാട് ട്രോഫികൾ നേടിയിട്ടുണ്ട്. കരിയറിൽ തന്നെ 2ാമത്തെ നാഷണൽസ് കപ്പാണ്, ആഫ്രിക്കൻ നാഷണൽ കപ്പാണ് നേടുന്നത്. ടൂർണമെന്റിൽ തന്നെ മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ടാണ് ആ കപ്പ് തൂക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ടൂർണമെന്റിൽ കപ്പടിക്കേണ്ടത് അല്ലെ? ഒരു ടൂർണമെന്റിൽ മാൻ ഓഫ് ദി ടൂർണമെന്റ് തൂക്കിയിട്ടായിരിക്കണം ആ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന സാദിയ മാനെ കപ്പടിച്ചിരിക്കുന്ന ആൾ. ചങ്ങായി നോക്കിക്കഴിഞ്ഞാൽ ഈ ടൂർണമെന്റ് തന്നെ 19 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയർ ആണ്. അതേപോലെ തന്നെ 16 ഷോട്ട് എടുത്തിട്ടുണ്ട്, 14 ടാക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് മോസ്റ്റ് ആണ്. അതേപോലെ തന്നെ 10 ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. 17 പൊസിഷൻ വിൻ ഇൻ ഫൈനലിൽ 17 പൊസിഷൻ വിൻ ചെയ്തിട്ടുണ്ട്, അതിൽ ഏറ്റവും കൂടുതലാണ്. 3 അസിസ്റ്റുകൾ, സെക്കൻഡ് ആണ് മോസ്റ്റ്. അതേപോലെ തന്നെ 2 ഗോളും. പിന്നെന്താ വേണ്ടത് ഈ ചങ്ങായിക്ക്? പോരെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോരെ ആ ഒരു മാൻ ഓഫ് ദി മാച്ച് തൂക്കാനുള്ളത്. അങ്ങനെ സാദിയ മാനെ ആ ഒരു ബ്രില്യൻസ് അങ്ങനെ ആഫ്രിക്കൻ കപ്പ് ഓഫ് നാഷന്റെ നെറുകിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ഇബ്രാഹിം ഡിയാസ് ആണ്. മൊറോക്കോയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്താണ് ഗോൾഡൻ ബൂട്ട് നേടിയിരിക്കുന്നത്. അതേപോലെ മൊറോക്കോയുടെ ഗോൾ കീപ്പറായ യാസിനാണ് ഗോൾഡൻ ഗ്ലൗ നേടിയിരിക്കുന്നത്. മാനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായ ഒരു ഫുട്ബോളർ എന്താണ്, അത് ആണ് സാദിയ മാനെ. വളരെ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ആളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുള്ള ഒരു മുതലാണ് ഈ സംഗായി. അപ്പോൾ ആളുടെ കരിയറിൽ നോക്കി കഴിഞ്ഞാൽ 2 ആഫ്രിക്കൻ കപ്പ് ഓഫ് നാഷൻ എടുത്തിട്ടുണ്ട്, ഒരു ചാമ്പ്യൻസ് ലീഗ്, ഒരു പ്രീമിയർ ലീഗ്, ഒരു ക്ലബ് വേൾഡ് കപ്പ്, യൂറോപ്യൻ സൂപ്പർ കപ്പ് ഒരു പ്രാവശ്യം നേടിയിട്ടുണ്ട്, FA കപ്പ് ഒരു പ്രാവശ്യം നേടിയിട്ടുണ്ട്, ലീഗ് കപ്പ് ഒരു പ്രാവശ്യം നേടിയിട്ടുണ്ട്, ബുണ്ടസ് ലീഗ് ഒരു പ്രാവശ്യം നേടിയിട്ടുണ്ട്, ജർമ്മൻ സൂപ്പർ കപ്പ് ഒരു പ്രാവശ്യം നേടിയിട്ടുണ്ട്, ഓസ്ട്രിയൻ ബുണ്ടസ് ലീഗ് ഒരു പ്രാവശ്യം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആളുടെ കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 1-2 പ്രാവശ്യമൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും ഫൈനലിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വാട്ട് എ കരിയർ മാൻ, വാട്ട് എ കരിയർ, ഒന്നും പറയാനില്ല. അപ്പോൾ സാദിയ മാനയുടെ അവസാന കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു സുവർണ കപ്പ് ആള് രാജ്യത്തിന് വേണ്ടി നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ആ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ഗോള് അവസാന വിസിൽ മുഴങ്ങുന്ന സമയത്ത് ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലാതാണ്. നമുക്കപ്പോ ഇവരുടെ ഇന്നത്തെ കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയാലോ? ഇന്നത്തെ കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ സെനഗല് 11 ഷോട്ടുകൾ എടുത്തില്ല, അതിൽ 6 എണ്ണം മോൺടാർജറ്റിലേക്ക് എടുത്തു. അപ്പോൾ മൊറോക്കോ 17 ഷോട്ടുകൾ എടുത്തു, അതിൽ 5 എണ്ണം മോൺടാർജറ്റിലേക്കാണ്. 55% സെനഗൽ പൊസിഷൻ ഉണ്ടായിരുന്നപ്പോൾ 45% മൊറോക്കോ പൊസിഷൻ ഉണ്ടായിരുന്നത്. 21 ഫൗൾസ് കമ്മിറ്റ് ചെയ്തപ്പോൾ മൊറോക്കോ 14 ഫൗൾസ് ആണ് കമ്മിറ്റ് ചെയ്തത്. 5 യെല്ലോ കാർഡ് സെനഗലിന് കിട്ടിയപ്പോൾ 2 യെല്ലോ കാർഡ് മൊറോക്കോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 2 ഭാഗത്തും 1 സെനഗലിന് 8 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ മൊറോക്കോയ്ക്ക് ആ ഒരു 10 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എമ്മാതിരി കളിയാണ് അല്ലേ? ആ ഒരു സ്റ്റാറ്റസ് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ? ഒരു സൈഡ് ഫിസിക്കലി ആണെങ്കിൽ ഒരു ടാക്ടിക്കലി ആയിട്ടാണ് കളി നടന്നിട്ടുണ്ടായത്. അപ്പൊ എന്താ, ഈജിപ്താണ് ആഫ്രിക്കൻ കപ്പ് ഓഫ് നാഷനിലെ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ നേടിയിട്ടുള്ള ടീം. 7 പ്രാവശ്യം അവർ നേടിയിട്ടുണ്ട്. ഈ സീസണിൽ അവർ 4 സ്ഥാനത്താണ് അവർ അവസാനിപ്പിച്ചത്. അപ്പോ എന്തായാലും മൊറോക്കോയെ പരാജയപ്പെടുത്തി സാദിയ മാനയുടെ സെനഗല് ആഫ്രിക്കയുടെ തലപ്പത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.